Hi dear friends, Assalamu alaikum. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്പൈറൽ റോഡ് തീമിൽ ഒരു കേക്ക് ചെയ്തിട്ടുള്ളതിന്റെ വീഡിയോ ആയിട്ടാണ്. ഇതെന്റെ മോന്റെ ബർത്ത്ഡേക്ക് ചെയ്തിട്ടുള്ള കേക്കാണ്. 1.5 kg വരുന്ന ഒരു കേക്കാണ്. ഇതിൽ രണ്ട് ഫ്ലേവറിലാണ് രണ്ട് ലെയറും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ആ കേക്കിന്റെ സ്പോഞ്ച് ഉണ്ടാക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് സ്പോഞ്ച് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർക്കുമ്പോൾ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു നുള്ളു ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. അരിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ 6 മുട്ടയും 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പമുള്ള 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ബീറ്റ് ആക്കിയിട്ട് ഒന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര കുറേശ്ശെയായിട്ട് ഇതേപോലെ ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തിട്ട് നല്ല ക്രീമി ആയിട്ട് എടുക്കണം. ആദ്യം ഞാൻ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 1/2 കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചേർത്തിട്ട് ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മാത്രം മതി. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മൈദയുടെ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ടിട്ട് ബീറ്റ് ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഇതേപോലെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇടയ്ക്ക് ഇതിലേക്ക് പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറുള്ള ഒരു 6 ടേബിൾ സ്പൂൺ പാലാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞപ്പോൾ ഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇടവിട്ടായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. മുട്ട പതഞ്ഞ് വന്നതൊന്നും താഴ്ന്നു പോകരുത്. അങ്ങനെയാകുമ്പോൾ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. ഞാനിത് ബേക്ക് ചെയ്യുന്നത് 2 കേക്ക് ടിന്നിലാണ്. ഒന്ന് 8 ഇഞ്ചിൻ്റെതും 6 ഇഞ്ചിൻ്റെതുമാണ്. അതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയാനായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഓവൻ ഇല്ലാതെയും ഓവനിലും രണ്ടിലുമായിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചെറിയ ടിന്ന് ഞാൻ ഓവൻ ഇല്ലാതെയാണ് ബേക്ക് ചെയ്യുന്നത്. പ്രീഹീറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓവനും 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തിട്ട് 40 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് കേക്കെല്ലാം നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് തണുത്തിട്ടാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിലേക്കായിട്ട് ഒരു 2 കപ്പോളം വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓരോ കേക്കും 3 ലെയർ വീതമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് ടോപ്പിൽ വരുന്ന ലെയറാണ് ഫസ്റ്റിൽ ഞാൻ ഐസിങ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുന്നത്. 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തിട്ടുള്ള ആ കേക്കിൻ്റെ 1 പീസ് വെച്ചിട്ട് ഇതേപോലെ ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ചെറിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെറിയും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർത്ത് ലെയർ ചെയ്തിട്ട് കേക്ക് ചെയ്യുമ്പോൾ. അടുത്ത പീസ് കേക്കും അതേപോലെ തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് താഴത്തെ ലെയറിൻ്റെ കേക്കും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തിട്ടുള്ള ആ ഒരു പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് നനച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ബട്ടർ സ്കോച്ച് സോസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ലെയറിലായിട്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബട്ടർ സ്കോച്ച് കേക്കിൻ്റെത്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. സോസ് എല്ലായിടത്തേക്കും നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. അടുത്ത പീസ് കേക്കും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ ലാസ്റ്റ് പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്.
ക്രം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലത്തെ ലെയർ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ കേക്ക് രണ്ടും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതിന് മുകളിലത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടാണ് ആ ഒരു റോഡിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാതെ കേക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടും നന്നായിട്ട് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ടോപ്പ് ലെയർ കേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ സ്ക്യൂവർ വെച്ച് കൊടുത്തിട്ടുള്ളത് ആ മുകളിലത്തെ കേക്ക് വയ്ക്കുമ്പോൾ താഴ്ന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ ഒരു മുകളിലത്തെ ആ ഒരു ടയർ കേക്ക് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്യൂവർ കൂടി സെൻറ്ററിലൂടെ ഇങ്ങനെ ഒന്ന് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഒരു അളവിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് കുത്തിവെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ഒരു റോഡിൻ്റെ ഇതിലേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് സ്ലോപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെയാണ് ചെയ്യേണ്ടത്. ഇതേപോലെ ഒന്ന് ചരിച്ചിട്ട് ഒരു സ്ലോപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്ന പീസ് നമുക്ക് താഴെ വെച്ചിട്ട് ഒരു കറക്റ്റ് ഷേപ്പാക്കി എടുക്കാനുണ്ട്, റോഡിൻ്റെ ഷേപ്പ്. ഈ താഴത്തെ ടയർ കേക്കിലും അതേപോലെ തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ റോഡ് കറക്റ്റ് ഒരു റൗണ്ടിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ആ രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. രണ്ടും ഒരേ ആ ഒരു പൊക്കത്തിൽ തന്നെ ചെയ്തിട്ടുള്ള കേക്കിൻ്റെ അതേ താഴ്ഭാഗത്ത് തന്നെ ചെയ്യരുത്, കുറച്ച് ഒന്ന് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ബാക്കി വന്നിട്ടുള്ള കട്ട് ചെയ്തിട്ടുള്ള പീസ് ഇതേപോലെ സൈഡിലൊക്കെ വെച്ച് കൊടുത്തിട്ട് കറക്റ്റ് ഒരു ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇത് മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം കവർ ചെയ്തെടുക്കാം. കേക്ക് മൊത്തം കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ക്രീമിലേക്ക് കളർ ചേർത്തിട്ടല്ല ഇതിലേക്ക് ചെയ്യുന്നത്. ഞാൻ കുറച്ച് കളർ ഒരു കാർഡിലോ അല്ലെങ്കിൽ ഒരു സ്പാച്ചുലയിലോ എടുത്തിട്ട് ഇതേപോലെ ആ ഓരോ ലെയറിലും ഏത് കളറാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. കുറച്ച് മാത്രം കളർ മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാനാണെങ്കിൽ ഇതേപോലെ നല്ലപോലെ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു സ്ക്രേപ്പർ കൊണ്ടൊന്ന് വലിച്ചു കൊടുത്താൽ മതി. ഇത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒരു കളറായിട്ട് വരും. അപ്പോൾ വിപ്പിംഗ് ക്രീം മൊത്തത്തിൽ കളർ മിക്സ് ചെയ്തിട്ട് ഒരുപാട് കളർ കേക്കിലേക്ക് ആവുകയില്ല, നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഇനി മുകളിലത്തെ ആ ഒരു കേക്കിലേക്ക് ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അത് സ്പാച്ചുലയിൽ എടുത്തിട്ട് ഇതേപോലെ അങ്ങിങ്ങായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഭംഗിയിൽ കിട്ടും. ഒരു ഡ്രോപ്പ് കളർ മതി ഇതേപോലെ ചെയ്യാനായിട്ട്. അത് തന്നെ അധികമാണ്. ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് സ്പാച്ചുലയിൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഒരുപാട് കളറ് വയറ്റിൽ പോവുകയില്ല, എന്നാലും നല്ല ഭംഗിയിൽ കിട്ടുകയും ചെയ്യും. ഇതിനി ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ഫോണ്ടൻറ്റിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ തലേ ദിവസമാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് കേക്ക് നന്നായിട്ട് തണുത്തിട്ടാണ് ഇതിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ടും ഒക്കെ ഫോണ്ടൻറ്റും അതുപോലെ ടോയ് കാറും ഒക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 4 കളറിൽ ഗം പേസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫോണ്ടൻറ്റിൽ കുറച്ച് CMC പൗഡറോ ടൈലോസ് പൗഡറോ മിക്സ് ആക്കിയിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ കാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതിന് വീലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒന്ന് അടയാളം ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇത് അവിടെ ഒട്ടിച്ചു കൊടുക്കാം.
അപ്പോൾ ഒന്നുകിൽ വെള്ളം വെച്ചിട്ട് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എഡിബിൾ ഗ്ലൂ വെച്ചിട്ടും ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് കുറച്ച് കാർ ചെയ്തെടുക്കുന്നുണ്ട്, പിന്നീട് ടോയും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് ആ റോഡിലൊക്കെ, അതുകൊണ്ടാണ് കുറച്ച് മാത്രം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. നെയിമോട് എഴുതി വെക്കുന്നതിനായിട്ട് ഞാൻ ഫോണ്ടൻ്റ് കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതിലേക്കുള്ള ഡെക്കറേഷനൊക്കെ വെച്ച് കൊടുക്കാനായിട്ട്. ഫോണ്ടൻ്റ് ആയാലും അല്ലെങ്കിൽ ഗം പേസ്റ്റ് ആയാലും വെക്കുമ്പോൾ അതിന് മുമ്പായിട്ട് കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ എടുക്കുന്നത്. കേക്ക് കട്ട് ചെയ്യുന്നതിന് കുറച്ച് മുമ്പായിട്ടാണ് ഇതൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ റോഡ് കൊടുക്കാനായിട്ട് ബ്ലാക്ക് കളറിലുള്ള ഗം പേസ്റ്റ് നന്നായിട്ട് പരത്തിയിട്ട് കറക്റ്റ് ആ ഒരു നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് തലേ ദിവസം ചെയ്ത് എടുക്കേണ്ട ആവശ്യമില്ല. റോഡ് ചെയ്യുന്നത് നമ്മൾ കേക്കിലേക്ക് വെക്കുന്ന സമയത്ത് ഒന്ന് റോൾ ചെയ്തിട്ട് എടുത്താൽ മതി. അതിൻ്റെ സെൻറ്ററിലായിട്ട് യെല്ലോ കളറിലുള്ള ആ ഒരു ലൈൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നെയിം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ നമ്മൾ ചെയ്തിട്ടുള്ള ആ കാറൊക്കെ ഇങ്ങനെ സൈഡിൽ അങ്ങിങ്ങായിട്ടൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഗ്രീൻ കളറിലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഈ ഗ്രാസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ വർക്കെല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മക്കളുടെയൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്